ഹലോ ഗൈസ്, നമ്മളിന്ന് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ വന്നിരിക്കുകയാണ്. അമ്മ പോയി, അമ്മ കുവൈറ്റിൽ പോയി. നമ്മൾ വീടൊന്ന് നോക്കാനായിട്ട് വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ അത്രയും പട്ടിയുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പൂട്ടിയിട്ടിരിക്കുന്ന വീട് തുറക്കാൻ പോവുകയാണ്. മണിച്ചിത്ര താഴത്തെ വീട് അകത്തോട്ട് കയറി നമ്മൾ ഒരു പല്ലിയുണ്ട് വീട്ടിനകത്ത്. പല്ലി ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മളുടെ മീൻ കുഞ്ഞുങ്ങളെ കണ്ടോ? മീൻ കുഞ്ഞുങ്ങളെ 2-3 ദിവസം കൊണ്ടൊരു പട്ടിണി കിടക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇത്തിരി ഫിഷ് പുട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ കെട്ടിയോ അമ്മയെ വിളിച്ചു. നമ്മളുടെ ഗപ്പി മീൻ പ്രസവിച്ചു കേട്ടോ. ഗർഭിണിയായിരുന്നു നമ്മൾ പോയ സമയത്ത്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ കണ്ട പ്രസവിച്ചതാണ്. 10-40 കുഞ്ഞുണ്ട്. അമ്മയ്ക്കൊരു സന്തോഷ വാർത്ത. നിങ്ങളുടെ മക്കൾ പ്രസവിച്ചിരിക്കുന്നു. 10-40 ഒറ്റ പ്രസവത്തിൽ 40 എണ്ണം തകർത്തു. അമ്മ വീഡിയോ കോളിലുണ്ട് ഗൈസ്. ഹായ് പറയൂ. മീൻ പ്രസവിച്ചു. 10-40 കുട്ടികളുണ്ട്. ഇവര് നിങ്ങളെ സംസാരം കേട്ടിട്ട് തന്നെ ഇവര് വന്നിരിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാ. ഇതൊന്ന് തുറക്കൂ. ഫുഡ് ഇട്ട് കൊടുക്കുക. ഈ ഗപ്പിക്ക് കൊടുക്കുന്ന വേറെ ഫുഡ് ഉണ്ടായിരുന്നു, അത് ഉണ്ടോ? ആളില്ലാത്ത വീട്. വേറെ കുറച്ചും കൂടെ പൊടിയായിട്ടുള്ള സാധനം. അതിന്റെ വാലില് കളർ വെക്കാൻ വേണ്ടി TV മൂടിയിട്ടില്ലല്ലേ? TV മൂടിയിട്ടില്ല. TV മൂടിയിടണം. മീനു റൂമൊക്കെ പൂട്ടിയിട്ടാ പോയത്. ചാവി എവിടെ കാണും? 2 റൂമും ലോക്കാണ് കേട്ടോ. ഹലോ ഗൈസ്, കണ്ണാടി വെച്ചിരിക്കുകയാണ് ഞാൻ. ടിസ നമ്മൾ വന്ന് കണ്ടിട്ട് ടിസ ഓടി വന്നു കേട്ടോ. ഹലോ ഗൈസ്, നമുക്ക് റൂമിനകത്ത് മീനുവിൻ്റെ റൂമിനകത്തെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും അതും ഇതുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഉണ്ടാകുന്നൊന്ന് നോക്കാം. കൊണ്ടുപോയാൽ നോക്കട്ടെ. ആ റൂം നമുക്ക് പരിശോധിക്കാം. ഇല്ല, അവള് കൊണ്ടുപോയി കേട്ടോ ഗായ്സ്. അവള് മുട്ടായിയൊക്കെ കൊണ്ടുപോയി. തിന്നാന്ന് അതിമോഹത്തിൽ അവള് ഷെൽഫെല്ലാം തുറന്നതാണ്. ഒന്നുമില്ല ഗായ്സ്, ഒന്നുമില്ല. കുറെ തുണികൾ മാത്രമുണ്ട്, തുണികൾ മാത്രം. അവളുടെ ഷോക്കേഴ്സിലെ ഉണ്ടായിരുന്നു. അവളുടെ ഷോക്കേഴ്സിൽ ഒന്നുമില്ല.
അവളെല്ലാം കൊണ്ടുപോയി ഗായ്സ്. അഴിക്കപ്പെണ്ണു ഒന്നുമില്ല ഗൈസ്, തിന്നാനായിട്ട് ഒന്നുമില്ല. റൂമൊക്കെ ക്ലീൻ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അറിയാം പൊടിയൊക്കെ അടിക്കുമോ എന്നുള്ളത്. പൊടിയടിച്ച് പാട് വരുമല്ലോ ഗൈസ്. ഗൈസ് നമുക്ക് മാളൂട്ടീനെയും മമ്മൂട്ടീനെയും കാണാം. മാളൂട്ടി, മാമാട്ടി, ഇത് ശോഭ, ഇതാ ഇരിക്കുന്നു മലോസ്. നോക്കിയിട്ട് അമ്മേനെ വിളിച്ചായിരുന്നു എന്റെ ഫോണിൽ. അത് അവളാണ് വിളിച്ചത്. അവള് ആൽബം എടുത്ത് വെച്ച് നോക്കി. നമ്മളെ കല്യാണ ആൽബം ഇല്ലേ, ഇന്ന് അവൾക്ക് അത് കാണണമെന്നും പറഞ്ഞ് അതെടുത്ത് വെച്ചിട്ട് അതൊക്കെ നോക്കിയിട്ട് അമ്മാമ്മയ്ക്ക് സർപ്രൈസ്. ബാത്റൂം പ്രശ്നമൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നും വീഡിയോ ഒക്കെ എടുക്കണുണ്ട്. അമ്മാമ്മക്ക് അയച്ചു കൊടുക്കാൻ വീഡിയോ എടുക്കാന്നും പറഞ്ഞിട്ട് എടുക്കണുണ്ട്. ഇനിയിപ്പോ പൊടിയും പടലവും ഒന്നുമില്ല. ഇനിയിപ്പോ പോവാം. ഞായറാഴ്ച വന്ന് ജസ്റ്റ് ഒന്ന് തൂത്തുവാരാം. ഇല്ല ഇപ്പൊ ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് എല്ലാം. ആഴ്ചയിൽ ഞായറാഴ്ച വന്നേ അടിച്ചു വാരാം. ഹലോ ഗേൾസ്, ശോഭ സൈനിങ് ഓഫ് പറയൂ. ടാറ്റാ ബൈ ബൈ. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പറയൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടിരുന്നാ പോരെ? വെറുതെ കറണ്ട് എരിയിക്കണ്ടല്ലോ. ആഴ്ചയിൽ വന്ന് ഓൺ ചെയ്തിട്ടാ പോരെ? ഇൻവെർട്ടർ ഓൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇൻവെർട്ടർ ഓൺ ആണോ? ഇൻവെർട്ടർ ഓൺ അല്ലേ? ഇൻവെർട്ടർ ഓൺ ആണ്. നമുക്കറിയാം. TV മൂടിയിടണോ അല്ലേ? നോക്കാം. ടിവിയുടെ ഇതെല്ലാം കൊടുത്തിട്ടേക്കാണ്. ഇതെല്ലാം ഊരിയിട്ടേക്കാം, അല്ലെങ്കിൽ ഇടിമിന്നലും എല്ലാം വരുമ്പോ അല്ലേ. വൈഫൈ സീത്ത ചാറ്റ പറയൂ. ശോഭനെ കാണിക്കൂ. ശോഭ ചാറ്റ് പറയട്ടെ. ശോഭ ചാറ്റ് പറയൂ. നമുക്ക് വീഡിയോ അവസാനിക്കാം. ഓക്കെ ബൈ പറയൂ ശോഭ. പിന്നെ നാട്ടുകാരെ പോയി വിളിക്കാൻ പറ്റുമോ? നാട്ടുകാരെ വിളിക്കുമ്പോ ചോദിക്കൂലേ നീ ആര് വിളിക്കാനെന്ന്? നാണം വരുന്നോ? ഓക്കെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി. വെള്ളം പോയി. ചെമ്പരത്തിന് തെറ്റിയൊക്കെ പൂത്ത് കേട്ടോ. അച്ചാർ വാങ്ങ
ഇതെല്ലാം കരിഞ്ഞു പോയേക്കാണ്ട്. അതിൻ്റെ ഇടയിലൊരു നെല്ലി പോകും കേട്ടോ. ഇതൊക്കെ കരിഞ്ഞു പോകും വെള്ളം കിട്ടാതെ. ചെക്കിയൊക്കെ പോയിട്ട് നല്ല പൂക്കളായിരുന്നു. ചെടിക്ക് വെള്ളമില്ല, മുരിങ്ങ കറയെല്ലാം ഉണങ്ങി കിടക്കുന്നു. റംബൂട്ടാനുണ്ട്, ചാമ്പയായിരുന്നു, ചാമ്പ ഉണങ്ങിപ്പോയണ്ട. ഇത് തെങ്ങാണോ? തെങ്ങ് ചീരയൊക്കെ നിൽക്കുന്നുണ്ടോ? വാഴ നനയുമ്പോൾ ചീരയും നനയും. മാവുണ്ട്, മാവുണ്ടോ? മാവ് ഒക്കെ അങ്ങോട്ട് ആഞ്ഞ് പൊങ്ങട്ട്. ഒരാഴ്ചക്കുള്ള വെള്ളം കുടിച്ചോണം. പാവം പെണ്ണ് കണ്ടോ തലയിൽ ഇതും കൊണ്ടിരിക്കുന്നു, വെയിലും കൊണ്ട് ചൂടെടുത്ത് നിൽക്കുന്നു. കൊക്കിനാണെങ്കിൽ വെള്ളമില്ല. കൊക്കിന് തല തണുത്ത കുളിക്കട്ടെ.